ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ബ്രെഡ് മുട്ടയും കയ്യിലുണ്ടെങ്കിൽ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്നാക്ക് റെഡിയാക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് മുട്ട ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു പോട്ട് വെച്ചെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ കൊത്തിയരിഞ്ഞ 2 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കുക. അതെന്തിനാണെന്ന് വിചാരിച്ചാൽ അടച്ചു വെക്കുമ്പോൾ നമ്മൾ സവാള പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ച സവാള ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്കുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് കേട്ടോ. അപ്പോൾ അടുത്തതായി നമുക്ക് ഇതിൻ്റെ അകത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തത്. അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളെ മസാല റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് കേട്ടോ. അപ്പോൾ ഈ മസാല ഇങ്ങനെ എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ മൈദ കട്ടകളൊന്നും ഇല്ലാണ്ട് കലക്കിയെടുക്കുക കേട്ടോ. അധികം ലൂസാവാത്ത എന്നാൽ അധികം ടൈറ്റാവാത്ത വിധത്തിൽ കലക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളെ ബ്രെഡാണ് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ബ്രെഡിൻ്റെ ഓരോ സൈഡും ഇതുപോലെ നമ്മൾ കലക്കി വെച്ച മൈദ മാവ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ബ്രെഡിൻ്റെ അറ്റത്ത് ഇതുപോലെ മൈദ മാവ് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അധികം ലൂസാവാത്ത നോക്കണം, ലൂസായാൽ ഇങ്ങനെ ഒലിച്ചിറങ്ങും. അതുകൊണ്ട് അധികം ലൂസുമല്ല അധികം ടൈറ്റും അല്ലാത്ത വിധത്തിൽ മൈദ കലക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ തടവി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് മസാലേൻ്റെ മുകളിൽ കട്ട് ചെയ്ത മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക കേട്ടോ. മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലേ ഇത് രണ്ടും കൂടി ഒട്ടി നിൽക്കും. അപ്പോൾ മുകളിൽ വെക്കുന്ന ബ്രെഡിന് നമ്മൾ മൈദമാവ് തേച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മസാലകളൊക്കെ പുറത്ത് പോകും, ഇത് ഒട്ടി നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന 2 ബ്രെഡിൻ്റെയും സൈഡിൽ ഇതുപോലെ മൈദൻ്റെ മാവ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. മുട്ടയും ബ്രെഡും കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസിയായിട്ട് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മൾക്ക് ഇപ്പോൾ മാവ് കുഴക്കണ്ട, പരത്തണ്ട, മുറിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അധികം പണിയൊന്നുമില്ല. ഈ ഒരു ഉള്ളിൻ്റെ മസാല ഉണ്ടാക്കേണ്ട ഒരു ടൈമേ വേണ്ടു. അപ്പോൾ നമുക്ക് എന്താ പറയുക, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാ ബ്രെഡും ഞാൻ മസാലയും മുട്ടയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതൊന്നൊരു പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായതിന് ശേഷം ഞാൻ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗീലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേങ്കിൽ ബട്ടർ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഗീയോ ബട്ടറോ എന്തെങ്കിലും ഇട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് ഇതുപോലെ വെച്ചെടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ.
അപ്പം തിരിച്ചിട്ട ബ്രെഡ് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പാനിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് മേക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിതുപോലെ ഒരു പാനിൽ ഗീട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പാൻ വെച്ചിട്ട് ചെയ്യുക, ബ്രെഡ് മേക്കർ വെച്ചിട്ട് ചെയ്യുക, എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.